ഓം ശാന്തി. ഈ ദേഹത്തിൽ നിന്നും വേറിട്ട് ഞാൻ സ്വയം തന്നെ കാണുന്നു. ഞാൻ ഈ ശരീരമല്ല. മസ്തകമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ശാന്ത ചൈതന്യ ആത്മാവാണ്. ഞാൻ സ്വയം രചയിത സർവപ്രാപ്തികളുടെയും ദാതാവായ പരമാത്മാവിനെ എൻ്റെ സ്വന്തമാക്കി. പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. പ്രാപ്തി ചെയ്യാൻ പിന്നെ യാതൊന്നുമില്ല. എനിക്ക് സർവ്വതും കിട്ടി. ബാബയെ കിട്ടി. പിന്നെ സർവപ്രാപ്തികളും സ്വതവേ കിട്ടിയിരിക്കുന്നു. ജ്ഞാനം, ഗുണം, ശക്തികൾ, സന്തോഷം സർവ്വതും കിട്ടിയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ആത്മാ പൂർണ്ണമായും സന്തുഷ്ടമാണ്. മനസ്സിൽ യാതൊരാഗ്രഹവുമില്ല. തൃപ്തിയും നിറഞ്ഞിരിക്കുന്നതിൻ്റെയും അനുഭവമുണ്ടാകുന്നു. ചോദിക്കാതെ തന്നെ എനിക്കെല്ലാം പ്രാപ്തിയായി. ഇപ്പോൾ ചോദിക്കേണ്ട ആവശ്യമില്ല. ഞാൻ രചയിത സർവപ്രാപ്തികളുടെയും ദാത, ശിവപിതാവിൻ്റെ കുട്ടി, മാസ്റ്റർ ദാതാവാണ്. ഞാൻ സമാനധാരി ആത്മാ, സർവപ്രാപ്തി സ്വരൂപമാണ്. ഞാൻ മാസ്റ്റർ ദാതാവാകുന്നു. ദാതാവിൻ്റെ കുട്ടി ആരോടും ഒന്നും യാചിക്കുന്നില്ല. ദാതാവായി സ്വതവേ നൽകുന്നു. ഞാൻ മാസ്റ്റർ ദാതാവാകുന്നു. ഇപ്പോൾ പേരിൻ്റെയോ പദവിയുടെയോ ആഗ്രഹമില്ല. സ്വയം ദാതാവിൽ നിന്ന് വലിയ സമ്മാനം ലഭിച്ചു. മനസ്സ് സന്തുഷ്ടമായി. സ്ഥിതി ഉയർന്നതാണ്, ഏകരസവുമാണ്. ഞാൻ ഭർപ്പൂറാകുന്നു. ഇച്ഛ മാത്രം അവിദ്യാസ്വരൂപമാകുന്നു. ഇപ്പോൾ നിരന്തരമേ സ്മൃതിയിലാണ്. ഞാൻ സമാനധാരി ആത്മാ, മാസ്റ്റർ ദാതാവാണ്. ഞാൻ സത്യമായ രാജയോഗിയാകുന്നു. രാജർഷിയുമാണ്. പവിത്രാത്മാവാണ്. സ്വയം മായാരാവണൻ്റെ ചളിക്കുഴിയിൽ നിന്നും പുറത്തു വന്ന് മനുഷ്യരെ പുറത്തെടുക്കുന്ന പരിശ്രമം ചെയ്യുന്നു. ഞാൻ ഇച്ഛ മാത്രം അവിദ്യാസ്ഥിതിയിലാകുന്നു. ഒരു ബാബയല്ലാതെ മറ്റൊന്നും ഓർമ്മ വരുന്നില്ല. ഒന്നിനോടും അത്യാർത്തിയുണ്ടാകരുത്. ഈ ശരീരത്തെ പോലും മറന്ന് വനവാസത്തിലിരിക്കുന്നു. എൻ്റേതായി ഒന്നുമില്ല. ഞാൻ ആത്മാവാണ്. ആത്മാഭിമാനിയായി രാവണൻ്റെ ചളിക്കുഴിയിൽ നിന്നും മുക്തമാകുന്നു. ബാബ ജ്ഞാനസാഗരനും സുഖത്തിൻ്റെ സാഗരനുമാണ്. ഞാൻ ബാബയുമായി യോഗം വയ്ക്കുന്നു. രാജയോഗി രാജർഷിയുമാകുന്നു. ഞാൻ യോഗിയായി മാറി സ്വർഗത്തിൻ്റെ രാജ്യപദവി എടുക്കുന്നു. ഞാൻ 21 ജന്മത്തേക്കു വേണ്ടി
രാജയോഗത്തിൻ്റെ പഠിപ്പ് പഠിക്കുന്നു. 84 ജന്മങ്ങൾ പൂർത്തിയായി. ഇപ്പോൾ നമുക്ക് പോകണം. ബാബയെ ഓർമ്മിച്ച് വികർമ്മം വിനാശമാക്കണം. ഞാൻ ബാബയിൽ നിന്നും പവിത്രത, സുഖ, ശാന്തിയുടെ സമ്പത്തെടുക്കുന്നു. ബാബ പറയുന്നു, കുട്ടികളെ, ദേഹി അഭിമാനിയായി മാറൂ. എനിക്ക് സത്യമായ സ്വർണമായി മാറണം. പരിധിയില്ലാത്ത ബാബയുടെ സമ്മാനമാണ് പരിധിയില്ലാത്ത ചക്രവർത്തി പദവി. അർത്ഥം സദ്ഗതി. ആത്മാക്കളെല്ലാം വസിക്കുന്നത് ബ്രഹ്മമാകുന്ന തത്വത്തിലാണ്. ബാബയും ബ്രഹ്മതത്വത്തിലാണ് വസിക്കുന്നത്. ഭക്തി മൃഗതൃഷ്ണയ്ക്ക് സമാനമാണ്. ഈ ചളിക്കുണ്ടിൽ കുടുങ്ങിപ്പോകുന്നു. ബാബയെ മറക്കുന്നതിലൂടെ ചളിക്കുണ്ടിൽ നിന്നും പുറത്തു കടക്കാൻ ബുദ്ധിമുട്ടാണ്. ബാബയെ എത്രത്തോളം ഓർമ്മിക്കുന്നുണ്ടോ എന്ന് ഓരോരുത്തർക്കും സ്വയം മനസ്സിലാക്കാൻ സാധിക്കും. മറ്റാരുടെയും ഓർമ്മ വരില്ല. നല്ലത് കഴിക്കണം, നല്ല വസ്ത്രങ്ങൾ ധരിക്കണം എന്നീ ആഗ്രഹം ഉണ്ടാകുന്നില്ല. ഇവിടെ നല്ലത് ധരിച്ചാൽ സത്യയുഗത്തിൽ കുറഞ്ഞു പോകും. ബാബ പറയുന്നു, ശരീരത്തെ പോലും മറക്കൂ. ഇതു പഴയതും തമോ പ്രധാനവുമായ ശരീരമാണ്. ഇച്ഛാമാത്രം അവിദ്യാസ്ഥിതി. ശിവബാബ സത്യമാണ്, ചൈതന്യമാണ്, ആനന്ദസ്വരൂപമാണ്. ആത്മാവിന് തന്നെയാണ് മഹിമയുള്ളത്. ആത്മാഭിമാനിയായി കഴിയുന്നതിലാണ് പരിശ്രമം. എൻ്റെ എന്നുള്ളതിനെ ഉപേക്ഷിക്കൂ. ഞാൻ സദാ ശിവബാബയാണ് കേൾപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കി വിചാരസാഗരമഥനം ചെയ്യുന്നു. പാർട്ട് അഭിനയിച്ചുകൊണ്ടും കർമ്മം ചെയ്തുകൊണ്ടും തൻ്റെ ശാന്തിയാകുന്ന സ്വധർമ്മത്തിൽ സ്ഥിതി ചെയ്യുന്നു. ശാന്തി ധാമത്തെയും സുഖധാമത്തെയും ഓർമ്മിക്കുന്നു. ഈ ദുഃഖധാമത്തെ മറക്കുന്നു. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. ആത്മീയ ലഹരിയുടെയും ദയയുടെയും ഗുണത്തിലൂടെ വിശ്വ നവനിർമ്മാണം നടത്തുന്ന വിശ്വമംഗളകാരിയാകൂ. വിശ്വമംഗളകാരിയാകുന്നതിന് 2 ധാരണകളുടെ ആവശ്യകതയുണ്ട്. ഒന്ന് ഈശ്വരീയ ലഹരിയും രണ്ടാമത്തേത് ദയയും. ഇത് രണ്ടും ഒപ്പത്തിനൊപ്പം സമാനവുമാണെങ്കിൽ ആത്മീയതയുടെ സ്ഥിതി ഉണ്ടാകുന്നു. ശക്തികളുടെ ചിത്രത്തിൽ ഈ 2 ഗുണങ്ങളുടെയും സമാനത കാണിക്കുന്നു. ഇതിൻ്റെ ആധാരത്തിൽ വിശ്വനവനിർമ്മാണത്തിന് നിമിത്തമാകാൻ കഴിയുന്നു. ബാബയുടെ സ്നേഹത്തിനു പുറകെ വ്യർത്ഥ സങ്കല്പങ്ങളെ ബലിയർപ്പണം ചെയ്യുന്നു. ഇതാണ് സത്യമായ കുർബാന. ഓം ശാന്തി.